ഹലോ ഫ്രണ്ട്സ്, ജേർണി ത്രൂ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഫസ്റ്റ് കണ്ടൻ്റായ ദ സെൻറ്റൻസിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ദ സെൻറ്റൻസിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പേ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വേണം. ഇത് സെൻറ്റൻസ് അഥവാ വാക്യം. വാട്ട് ഈസ് എ സെൻറ്റൻസ്? എന്താണ് ഒരു സെൻറ്റൻസ്? സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗിവ് എ കംപ്ലീറ്റ് ഐഡിയ. പൂർണ്ണമായ ആശയം തരുന്ന ഒരു കൂട്ടം വാക്കുകളെ സെൻറ്റൻസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇവയെല്ലാം ഓരോരോ വേർഡ്സാണ്. അവയെ അർത്ഥം കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തപ്പോൾ സെൻറ്റൻസ് ആയി. സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലായോ? പൂർണ്ണമായ ആശയം തരുന്ന ഒരു കൂട്ടം വാക്കുകളെ സെൻറ്റൻസ് എന്ന് പറയുന്നു. അടുത്തത് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ്, വിവിധതരം വാക്യങ്ങൾ. There are 4 kinds of sentence. 4 തരം വാക്യങ്ങളാണ് ഉള്ളത്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസിന് അസേർട്ടീവ് സെൻറ്റൻസ് എന്നും പറയാം. ആദ്യമായി നമുക്ക് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് പഠിക്കാം. ഒരവസ്ഥ, തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഇവ വ്യക്തമാക്കുന്ന സെൻറ്റൻസിനെ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. ടാഗോർ വാസ് എ ഗ്രേറ്റ് പോയറ്റ്. ടാഗോർ മഹാനായൊരു കവിയാണ്. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ്. ഇതുപോലെ ഒരവസ്ഥ, തീരുമാനം അല്ലെങ്കിൽ പ്രഖ്യാപനം തരുന്ന സെൻറ്റൻസിനെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നു. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ പറ്റി പഠിക്കാം. ഒരു ചോദ്യം ചോദിക്കുന്ന സെൻറ്റൻസിനെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ, വാട്ട് ആർ യു ഡൂയിങ്? താങ്കൾ എന്ത് ചെയ്യുന്നു? ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? നിന്റെ ഗൃഹപാഠം നീ ചെയ്തു കഴിഞ്ഞോ? ക്യാൻ യു സ്പീക്ക് ഫ്രഞ്ച്? താങ്കൾക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ അറിയുമോ? ഇതുപോലെ ചോദ്യം ചോദിക്കുന്ന സെൻറ്റൻസിനെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നു. ഈ വീഡിയോയിൽ സെൻറ്റൻസ് എന്താണെന്നും കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് ആയ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്താണെന്നും നമ്മൾ പഠിച്ചു. അടുത്ത വീഡിയോയിൽ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്താണെന്നും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്താണെന്നും അവയുടെ എക്സസൈസ് ക്വസ്റ്റ്യനും നമുക്ക് പഠിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.